എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ജന്മദിനമാണ്. അപ്പോൾ എല്ലാവർക്കും കൃഷ്ണജയന്തി ആശംസകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ണിക്കണ്ണന്റെ പിറന്നാളല്ലേ, അപ്പോൾ ഒരു നല്ല മധുരം തന്നെ ആവട്ടെ. മധുരം എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സ്വന്തം പാലൈസ്. പാലൈസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ടേസ്റ്റിനേക്കാളേറെ അത് ഒരുപാട് മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിലേക്ക് ഒരുപാട് വാശി പിടിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾക്കാണ്. അതായത് ഒന്ന് പാലൈസിനും മറ്റൊന്ന് പനനങ്കിനും. പനനങ്ക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ല, ഈ ചൂടുകാലത്ത് മാത്രമാണ് ഈ പാലക്കാട് നിന്നൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടമായിരുന്നു ഈ പാലൈസ്. അപ്പോൾ പാലൈസും നമ്മൾ പലതരത്തെ ഐസുകൾ ഉണ്ടാവുമല്ലോ, പല കളറിലുള്ള ഐസുകൾ. പക്ഷെ പാലൈസാണ് എൻ്റെ പ്രിയം. അപ്പോൾ ഒരു കുറേ നാളൊക്കെ അമ്മ എനിക്ക് പാലൈസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അത് ഞായറാഴ്ചയാണ് സംഭവം വരിക. ഈ മണി അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ദൂരേന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മയുടെ അടുത്ത് നിന്ന് കാലി പിടിച്ച് പൈസയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ റെഡിയായി നിൽക്കും. അപ്പോൾ ഐസ് കൂട്ടുകാരൻ വരുമ്പോൾ പാലൈസ് വാങ്ങിച്ച് കഴിച്ച് അതൊരു പ്രത്യേക വികാരമായിരുന്നു സംഭവം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, പേപ്പറിലൊക്കെ വരുന്നത് കണ്ടില്ലേ, ഇതൊക്കെ പൊട്ട വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ഈ ഓടയിലത്തെയും അതുപോലെ തോട്ടിലത്തെയൊക്കെ വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, അതൊന്നും കഴിക്കാൻ പാടില്ല, നമുക്ക് അസുഖങ്ങളൊക്കെ വരും, അതുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടേ ഇല്ല. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ അമ്മയുടെ കണ്ണു പറ്റിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ 2-3 പ്രാവശ്യം സ്കൂളിൽ വെച്ചിട്ടും ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഇങ്ങോട്ട് 5 പൈസ 10 പൈസ ആയിരുന്നു തോന്നുന്നു ഒക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മാഷ് കണ്ടുപിടിച്ചു, പറഞ്ഞു അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല, അയാളെ ഓടിപ്പിച്ചു തുടങ്ങും. അപ്പോൾ അതാണ് എൻ്റെ പാലൈസിനെ കുറിച്ചുള്ള ഓർമ്മകൾ. ഇപ്പോഴും എന്തോ ഭയങ്കര സങ്കടമൊക്കെ വരും അതൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ നാളുകളായി വിചാരിക്കുന്നു ഈ പാലൈസ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പക്ഷെ അന്നത്തെ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു 95% അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2 തരത്തിൽ ഞാൻ പാലൈസ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാലൈസ് ആയിട്ടുള്ള ഓർമ്മകൾ എന്നോടൊന്ന് ഷെയർ ചെയ്യുക. ഒന്ന് കമൻറ്റ് വഴിയോ ഇൻസ്റ്റയിൽ വഴിയോ വീഡിയോ വഴിയോ എങ്ങനെയാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുക കേട്ടോ. അതുപോലെ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ധൈര്യപൂർവ്വം നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് മക്കളുടെ അടുത്ത് നമ്മുടെ കഥകളൊക്കെ ഒന്ന് പറയാം. അവരൊന്നും അറിയട്ടെ നമ്മുടെ ബാല്യകാലത്തെ ഓർമ്മകളെല്ലാം അല്ലേ. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ സ്വന്തം പാലൈസ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പാലൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ 2 തരത്തിലുണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2 തരത്തിലുണ്ടാക്കി നോക്കിയപ്പോഴും ചെറിയ ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒന്ന് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടും ഒന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാതെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ്പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കുക. പാലൊന്ന് കുറുക്കിയെടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. തിളച്ച് വന്ന ശേഷം മാത്രം അടി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഇച്ചിരി പാലെടുക്കുക. ഒരു 1/4 ഗ്ലാസോളം പാലെടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം. ചിലർ മൈദ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ മൈദ ചേർത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത മെത്തേഡ് ചെയ്താൽ മതി, മൈദ ചേർക്കണ്ട. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാല് അത്യാവശ്യം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ പാല് ഒരു 1/4 ഭാഗം വറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് പാല് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് 1.25 ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറിന്റെ മിക്സും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിന്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെറും പാല് മാത്രമായി മാറില്ലേ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഐസ്ക്രീമിന്റെ ഒരു ടെക്സ്ചർ വരുത്താൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അത് ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പോപ്സിക്കിൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കട്ടെ. എനിക്ക് ലൈറ്റ് മധുരമാണ് ഇഷ്ടം. അപ്പോൾ ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം പെട്ടെന്ന് തന്നെ മട്ടുന്ന പോലെ തോന്നും. അപ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാല് വറ്റിച്ചാലാണ് ആ പാലിൻ്റെ ഒരു പച്ചമണ്ണില്ലേ അത് മാറണം കേട്ടോ. വെറുതെ പാല് തിളപ്പിച്ചിട്ട് ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പച്ചച്ചൊവ ഉണ്ടാവും പാലിന്. അതുകൊണ്ട് നന്നായി കുറുക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. എപ്പോഴും മധുരത്തിനുള്ള എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും 1 നുള്ളു ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലാണ് ആ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമിൽ ഉപ്പ് രസം വരെ, അത് പാടില്ല. മധുരം നോക്കട്ടെ, എനിക്ക് കറക്റ്റാണ് കേട്ടോ 4 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ, ആ കോൺഫ്ലോറിൻ്റെ മിക്സ്. അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ അടിഞ്ഞിട്ടുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് പതുക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് പാലിന്
1/2 ടേബിൾ സ്പൂൺ ആണ് കണക്ക്. ഞാൻ 2 ഗ്ലാസ് പാലുള്ള കാരണം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടിത് അത്യാവശ്യം നന്നായി കുക്ക് ചെയ്യണം. കോൺഫ്ലോർ കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനൊരു വല്ലാത്തൊരു ചുവ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കണം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ആണോ അത് ചേർത്ത് കൊടുക്കാം. സാധാരണ രീതിയിൽ പാൽ ഐസ് എന്ന് പറയുമ്പോൾ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ എസൻസ് ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമുള്ള കാരണം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ കോൺഫ്ലോർ നന്നായി കുക്കായി ഉറപ്പ് വരുത്തുക. അതിനുശേഷം ടേസ്റ്റ് ഒന്നും കൂടെ നോക്കുക. എന്നിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഈ ഒരു രീതിയിൽ, അതായത് സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റായിട്ടൊന്ന് കോട്ടായിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരിത്. നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റണം. ആ കറക്റ്റായിട്ടുള്ള ഇത് വരുമ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടാറാൻ മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മോൾഡിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ ഇത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 2 കപ്പ് പാല് വീണ്ടും ഞാൻ സെയിം സോസ് പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് തിളപ്പിക്കുക, ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഉപ്പും എസൻസും ചേർത്ത് കൊടുക്കുക. അതാണ് ഈ ഐസ്ക്രീമിൻ്റെ കൂട്ട് കേട്ടോ. അപ്പോൾ നന്നായി തിളക്കട്ടെ. രണ്ടാമത് വെച്ച പാലും അത്യാവശ്യം കുറുകിയിട്ടുണ്ട്, നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ അത് നോക്കി ഉണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇതില്ലാത്തവർ ആദ്യത്തെ രീതിയിലുള്ള മെത്തേഡ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പം അതിലോട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് നോക്കാം. എത്ര വേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ഒഴിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. രണ്ടിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കാണിച്ചു തന്നത്. പിന്നെ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ച പാൽ ഐസിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല ഇതിന്. അത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ പലരോടും ചോദിച്ചു, പക്ഷെ ആർക്കും അതറിയില്ല. അപ്പം ഞാൻ പറയായിരുന്നു, പണ്ട് നിന്റെ അമ്മ പറഞ്ഞ പോലെ തോട്ടിലെ ഓടയിലത്തെ വെള്ളം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അതായിരിക്കും ഇത്ര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്നുണ്ട്. അറിയില്ല. നിങ്ങൾക്ക് അഥവാ അന്നത്തെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ പുറകെ ഒന്ന് നടക്കാൻ, ഇതേപോലെ ഐസ് റൂട്ട് കമ്പനിയുടെ ഉള്ളിലേക്കൊന്ന് പോയി അവരെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഒന്ന് നോക്കണം. അത് കൊറോണ കഴിഞ്ഞാലല്ലേ ഇതിനൊക്കെ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അത് നമുക്കിനി ഇതിൻ്റെ മധുരം ഞാൻ നോക്കട്ടെ. 1 ടേബിൾ സ്പൂണും കൂടെ വേണം. അപ്പം ഞാനിപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു നുള്ളു ഉപ്പ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യുന്ന ഇതിലേക്ക് ആവശ്യമുള്ള എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ കലക്കി ഒഴിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിന് ശേഷം അരിച്ചതിന് ശേഷം മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ആവശ്യമായിട്ട് വന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് പഞ്ചസാരയും കോൺഫ്ലോറൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്ന മിക്സില്ലേ, അത് ചൂടാറിയിട്ടുണ്ട്. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ കട്ടകളോ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പാടയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങളിലുള്ള പോപ്സിക്കിളിൻ്റെ മോൾഡ് എടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പോപ്സിക്കിളിൻ്റെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് സാധാരണ ഒരു ഗ്ലാസ് ഇല്ലേ, സ്റ്റീൽ ഗ്ലാസ്സിലോ ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡവറയിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ മോൾഡിലോട്ട് ഒഴിച്ച് കാണിച്ചു തരാം. മറ്റേത് ഗ്ലാസ്സിലും ഒഴിച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 2 ഗ്ലാസ് നമുക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. പോപ്സിക്കിളിൻ്റെ മുകളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 4 എണ്ണത്തിന്, അതായത് വലുത് കേട്ടോ. എൻ്റെ ഈ പോപ്സിക്കിൾ മോൾഡ് വലുതാണ്, അതുകൊണ്ട് ഒരു 4 എണ്ണത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് തൽക്കാലം അടച്ച് ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം മറ്റേതും തണുത്തതിന് ശേഷം അരിച്ചെടുക്കുക. അതിനുശേഷം ഇതിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിലും ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കവർ വെച്ച് ഞാൻ മൂടട്ടെ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ പോപ്സിക്കിളിൻ്റെ മോൾഡ് അതിൻ്റെ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റിക്ക് ഒന്ന് വാഷ് ചെയ്തോളൂ കേട്ടോ ആദ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ മുൻപായിട്ട്. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അതിന് അപ്പോഴേക്കിനും മറ്റേതും തണുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് വെച്ചുള്ളതും ചൂടാറിയിട്ടുണ്ട്. ഞാനത് അരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു സ്റ്റീലിലെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മോൾഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് ഒരു ചെറിയൊരു ഹോള് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു ഐസിൻ്റെ സ്റ്റിക്കോ ഇതേപോലത്തെ ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതേപോലെ ബാംബൂവിൻ്റെ ഒരു വടിയോ അതൊന്നും അല്ലെങ്കിൽ ഈർക്കിലിയോ ഉപയോഗിക്കാം. ഇതൊന്നും വടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം പാത്രത്തിലോട്ട് വെച്ചിട്ട് വെറുതെ കൈകൊണ്ട് എടുത്ത് കഴിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പതുക്കെ ഈ സ്റ്റിക്ക് നമുക്ക് ഇതിലോട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ പാത്രത്തിൽ ഗ്ലാസ്സിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണിച്ചു തന്നല്ലോ. കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഒരുപാട് ഐസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കട്ട കുത്തി നിൽക്കുക. അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു വെള്ള പേപ്പറില്ലേ, സാധാരണ നമ്മൾ പ്ലെയിൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കവർ ചെയ്ത് റബ്ബർ ബാൻഡ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ മറ്റേ മോഡിലോട്ട് ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. 8 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് വരും, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, സ്റ്റിക്ക് ഇങ്ങനെ വിട്ടുപോരും ശരിക്കും സെറ്റ് ആയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് രാത്രി ഉണ്ടാക്കി വെച്ച് രാവിലെ ആവുമ്പോഴേക്കും നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഓരോ ഫ്രീസർ അനുസരിച്ച് മാറ്റം വരും, തണുപ്പനുസരിച്ചൊക്കെ മാറ്റം വരും. അതുകൊണ്ട് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ നമ്മുടെ പാൽ ഐസ് സെറ്റ് ആയിട്ടുണ്ട്. ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈവനിങ് ആയി. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിതിനെ എങ്ങനെയത് പുറത്തേക്ക് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ താഴെ കൊണ്ടുവന്ന് വെക്കുക. കുറച്ച് നേരം വിളിക്കും നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇത് ഇങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തനിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി അടിഭാഗം ഒന്ന് മുക്കി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് സിങ്കിൻ്റെ താഴെ കുറച്ച് നേരം ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഇതേപോലെ വെള്ളത്തിൽ ഒന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ആഹാ, നമ്മളെ പാൽ ഐസ് സൂപ്പറായിട്ടില്ലേ. അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് ഇത് ഷുഗറും കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി മറ്റേതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുള്ളതാണ്. അതും സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഞാനിത് ഒരു വായ കഴിച്ച് കാണിച്ചു തരാം. ഞങ്ങൾ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നപ്പോഴേക്കിനും ആകെ വെള്ളമായി കേട്ടോ. ഞാൻ പുറത്ത് ബാൽക്കണിയിലൊക്കെ പോയി ഫോട്ടോ എടുത്തപ്പോഴേക്കിനും നോക്കി പാലിങ്ങനെ ഒലിച്ച് ഇറങ്ങുകയാണ്. നല്ല സൂപ്പറായിട്ട് കേട്ടോ. പൈനാപ്പിൾ എസൻസ് വെച്ച് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വായ കഴിച്ച് നോക്കട്ടെ. എന്തായാലും സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ളതും സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങിയാണ്. ഇവിടെ ഇനി വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഞാൻ ഇപ്പൊ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പാൽ ഐസ് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കടലയും ബീറ്റ്റൂട്ടും മീനച്ചാറിന്റെ ചാറും മീൻ വേണമെന്നില്ല, ചാറ് പുളിയും കൂടെ വരുമ്പോ അടിപൊളി കോമ്പിനേഷൻ. കടലയും ബീറ്റ്റൂട്ടും എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? അത് വീഡിയോ ഇടാനുള്ള കുഴപ്പമില്ലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് ഞാൻ വീഡിയോ ഇടാട്ടാ, നിങ്ങൾ കാത്തിരിക്കും. ഇന്ന് മീനച്ചാറ് 1.5 കിലോ ഉണ്ടാക്കി വെച്ചു. സമാധാനം. ശരി, ഇത് ഇരിക്കുമ്പോ കുറച്ചും കൂടെ ഇരിക്കുമോ എന്നുള്ളതാണ് സംശയം. പോളിനൊരു കുപ്പി കൊടുത്തോളൂ.